ഹലോ, ഉണ്ണുന്നത് തെറ്റാണോ? അല്ല. പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്ന് ഉണ്ണുന്നതോ? ഒരിക്കലുമല്ല. തെറ്റാകും. രാഷ്ട്രീയത്തിൽ എതിർപ്പാർട്ടിക്കാരനായ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ണുന്നത് തെറ്റാകും, പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്തിരിക്കുമ്പോൾ. അതുതന്നെയാണ് ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രനും പറ്റിയത്. കക്ഷി സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ഉണ്ണാനിരുന്നപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ വിളി വന്നത്, വരൂ എന്നോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കുമെന്ന്. പ്രേമചന്ദ്രനടക്കം 8 MP മാരുണ്ടായിരുന്നു. എന്തായാലും അതൊരു നല്ല മുട്ടൻ 8ന്റെ പണിയായി മാറി. ഒരു സുവർണ അവസരം കാത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നിലേക്ക് ആ അവസരം തുറന്നു കിട്ടിയിരിക്കുകയാണ്. അവർ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാണുന്നിടത്തെല്ലാം ഫ്ലെക്സ് അടിക്കുന്നു. കാണുന്ന സോഷ്യൽ മീഡിയ പേജസിലെല്ലാം പ്രേമചന്ദ്രന്റെ ഉച്ചയൂണാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അന്തസ്സുള്ള സിനിമാണിന് ഒരു ഉപയോഗമില്ല എന്നറിഞ്ഞിട്ടും ജയിപ്പിച്ചിടുന്ന സ്ഥലമാണ് കൊല്ലം. പക്ഷെ ആ കൊല്ലത്ത്, ചെങ്കോട്ടയായ ആ കൊല്ലത്ത് പാർലമെന്ററി സീറ്റ് അല്ലെങ്കിൽ ഒരു MP സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടാക്കനിയായിട്ട് കുറേ നാളുകളായി. പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവമാണ് പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിക്കാൻ വിടാത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻപ് മുഖ്യമന്ത്രി വന്ന് പരനാറ് പ്രയോഗം നടത്തിയത്. ആ പരനാറ് പ്രയോഗം ബൂമറാങ് പോലെ തിരിച്ചു വന്ന് അസ്ഥാനത്ത് തന്നെ കൊണ്ടു. ആ പരനാറ് പ്രയോഗത്തിന്റെ എഫക്റ്റ് ആണോ എന്തോ അത്തവണത്തെ ഇലക്ഷന് മുൻപത്തേക്കാൾ ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രനെ നാട്ടുകാർ ജയിപ്പിച്ചത്. കൊല്ലത്തുകാർക്ക് വിവരം കൂടിപ്പോയതാണോ അത് വിവരം ഇല്ലാത്തതാണോ? എന്തായാലും അന്നത്തെ ഭൂരിപക്ഷം ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഭൂതഗണങ്ങൾ പ്രേമചന്ദ്രനെ വേണ്ട രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം വരുന്നത്. 2019 ബൈപ്പാസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രിമാരും കിങ്കരന്മാരും എല്ലാം പാടി നടന്നു, ഫ്ലെക്സ് അടിച്ചു, പോസ്റ്റർ അടിച്ചു. പ്രേമചന്ദ്രൻ ഒന്നും ചെയ്തില്ല. പതുക്കെ ദില്ലിക്കൊന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു കുഞ്ഞിക്കള്ളമാസുമായിട്ട് തിരിച്ചു വന്നു. വേറൊന്നുമല്ല, പ്രധാനമന്ത്രി കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു കള്ളപ്പുഞ്ചിരിയായിട്ട് പ്രേമചന്ദ്രനും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അന്നത്തെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പങ്കെടുത്തു. ഈ ഉച്ചയൂൺ പൊളിറ്റിക്സ് പരമാവധി ആളിക്കത്തിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും ഊതി അണയ്ക്കാൻ കോൺഗ്രസ്സുകാരും വേണ്ട രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ എന്തിന് ഊതി അണയ്ക്കാൻ ശ്രമിക്കണമെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നാം. കാരണം വേറൊന്നുമല്ല, പ്രേമചന്ദ്രൻ അല്ലെങ്കിൽ മറ്റൊരു അത്രയും ശക്തനായ സ്ഥാനാർത്ഥി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടും. അതൊരു സത്യമാണ്. പ്രേമചന്ദ്രന് കിട്ടുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും പാർട്ടിക്കതീതമായി വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ RSPBക്ക് എവിടെയാണ് അണികളുള്ളത്? ബിരിയാണിയും കുപ്പിയും കൊടുത്താൽ മാത്രം വരുന്ന ജാഥക്കാർ മാത്രമല്ലേ അവർക്കുള്ളൂ. അല്ലാതെ എവിടെ ഇരിക്കുന്നു RSPBക്ക് അണികൾ? എത്ര പേരുണ്ട് RSPB മെമ്പേഴ്സ് ആയിട്ടുള്ളത്? അപ്പോൾ അവിടെ ആ വ്യക്തിയുടെ കഴിവിലാണ് ഇലക്ഷൻ ജയിക്കുന്നതെന്ന് അർത്ഥം. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം. അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇത്തരം ഒരു ചാൻസ് കിട്ടിയാൽ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ സംശയം ഇതൊന്നുമല്ല, ഇതിനി മോദിജിയും പിണറായിജിയും തമ്മിലുള്ള ഒരു കളിയാണോ? മോദിജി പറഞ്ഞിട്ടുണ്ടാവാം, പിണറായിജി തൃശ്ശൂർ ദീജിയേ, കൊല്ലം ലീജിയേ, തൃശ്ശൂർ ഞങ്ങൾക്ക് തന്നോ, നിങ്ങൾ കൊല്ലം എടുത്തോ, കൊല്ലം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ട ചെറിയൊരു പണി ഞാൻ ചെയ്തു തരാം, പകരം തൃശ്ശൂർ ഞങ്ങളുടെ ഗോപിയണ്ണനെ എടുക്കാൻ സമ്മതിക്കൂ. പിന്നെ മോദിജിക്ക് അറിയാത്തൊരു കാര്യം, ചിലപ്പോൾ അറിയാമായിരിക്കും, ഇവരുടെയൊക്കെ കണ്ണുകൾ എവിടം വരെ എത്തുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. മോദിജിക്ക് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരു യാഥാർത്ഥ്യം എന്നാൽ സുരേഷ് ഗോപിക്ക് ആദ്യം ജയിക്കേണ്ടത് എതിർപ്പാർട്ടിക്കാരോടല്ല, സ്വന്തം പാർട്ടിയിലെ പാരകളോടാണ്. കാരണം ആ രീതിയിലാണ് പലരുടെ പെരുമാറ്റവും പലരുടെയും പ്രസ്താവനകളും. അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി ഉടനെ അമ്പലമാക്കാനുള്ള പ്ലാനിലാണ് സുരേഷ് ഗോപിയുടെ കൂടെയുള്ളവർ തന്നെ. എല്ലാവർക്കും മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ആ പ്രസ്താവന എന്ന്. അത് പള്ളി അമ്പലമാക്കാനോ പള്ളി അമ്പലമായിരുന്നു സ്ഥാപിക്കാനോ അല്ല, സുരേഷ് ഗോപിക്കിട്ട ഒരു ചെറിയ പണിയാണത്. അദ്ദേഹം ഒരു കഥ ഓർക്കുന്നത് നല്ലതായിരിക്കും, ഞണ്ടുകളുടെ കഥ. ഞണ്ടുകളെ നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു കുഴി എടുത്തിട്ട് അതിൽ എല്ലാ ഞണ്ടിനെയും കൂടെ ഒരുമിച്ചിട്ടിരുന്നാൽ മതി. ഒരുത്തൻ മുകളിൽ കയറാൻ നോക്കുമ്പോൾ ബാക്കിയുള്ളവന്മാർ കാലിൽ പിടിച്ച് താഴെ ഇട്ടോളും. അത് തന്നെയാണ് BJPയിലും സുരേഷ് ഗോപിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശ്രീ NK പ്രേമചന്ദ്രൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഉച്ചയൂൺ പൊളിറ്റിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനകത്ത് പണിഞ്ഞത് ശ്രീ നരേന്ദ്രമോദിയാണോ അതോ കൂടുള്ള കോൺഗ്രസ്സുകാർ തന്നെയോ, അതോ ഇതൊന്നുമല്ലാതെ യാദൃശ്ചികമായി സംഭവിച്ച, അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട് യാദൃശ്ചികമായി സംഭവിച്ച ഒരു കാര്യം മാത്രമാണോ എന്നൊക്കെ നമുക്കറിയില്ല.
എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. താങ്ക് യു. ബൈ.